മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്ന വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് നമ്മൾ പറയണേ. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ഇഗ്നീഷൻ സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇഗ്നീഷൻ സ്വിച്ചും CDI യൂണിറ്റും കൂടി മാറ്റിയിട്ട് അത് പെയറിങ് ഇല്ലാത്ത ടൈപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഹെഡ്ലൈറ്റ് അസംബ്ലി അതിൻ്റെ അടിഭാഗമൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഹാൻഡിൽ കവറിൻ്റെ അടിയിലൊക്കെ മൊത്തം പൊട്ടി കിടക്കാറുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഈ സ്വിച്ച് ഐറ്റംസൊക്കെ പിടിപ്പിക്കുന്ന ബാക്കിൽ വന്ന പീസ് അതിൻ്റെയും ഈ സൈഡ് ചെറിയൊരു ലോക്ക് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ, അതായത് ഈ വന്ന കേബിൾ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ചോക്കിൻ്റെ കേബിൾ മാറ്റിയിട്ടുണ്ട്. സെൽഫിൻ്റെ സ്വിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് കാർബറേറ്റർ സ്ലോ സ്പീഡ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് കാർബറേറ്റർ അഴിക്കുന്ന കേസ് ഞാൻ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിലവിൽ ചോക്ക് കേബിൾ മാറ്റി കഴിഞ്ഞപ്പോൾ വേറെ പ്രോബ്ലമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ കാർബറേറ്റർ യൂണിറ്റ് നമ്മൾ അഴിച്ചിട്ടില്ല. അഴിക്കാഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് നമുക്ക് ഈ മോഡൽ വണ്ടികളിലെ കാർബറേറ്ററിന് നിലവിൽ കംപ്ലയിൻ്റ് ഉള്ളതാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഓവർഫ്ലോ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ മിസ്സിങ്ങോ അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തൽക്കാലം അഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത് കേട്ടോ. ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രേക്കായാലും അഡ്ജസ്റ്റിങ്, ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ട്. അതും കൂടി ഒന്ന് അഴിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം. വേറെ നിലവിൽ ചെയ്തേക്കുന്ന വർക്ക് ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബില്ലും ഡീറ്റെയിൽസും അയച്ചു തരാം. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബില്ലും കൂടി ആക്കാനുള്ളൂ. പിന്നെ ആ ടയറിൻ്റെ കേസൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഫ്രണ്ടിലത്തെ ആ ടയറിൻ്റെയൊക്കെയാണ് നമ്മൾ ആ നമ്മൾ വണ്ടി നിർത്തിയിട്ടൊക്കെ തള്ളണ സമയത്ത് നമുക്ക് ഹാൻഡിലും അറിയാൻ പറ്റും ആ ടയറിൻ്റെ കംപ്ലയിൻറ്റ്. കൃത്യമായിട്ട് ഒരു ജർക്കിങ് പോലെ നമുക്ക് അതിന് കിട്ടും. അപ്പോൾ അത് ശരിക്കും അതാണ് അതിൻ്റെ പ്രോബ്ലം കേട്ടോ. അപ്പോൾ അത് മാറ്റിയിടുന്ന സമയത്ത് കമ്പനി മോഡൽ ടയറിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ആ പ്രോബ്ലം അവിടെ സോൾവ് ആയി പോകും. അപ്പോൾ ഇത്രയും വർക്കാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബില്ല് ഡീറ്റെയിൽസ് ആയി കഴിയുമ്പോൾ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ.